സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കയ്ക്കും കടച്ചക്കയ്ക്കും കൂർക്കയ്ക്കും ചേനയ്ക്കും ചേമ്പിനൊക്കെ കറി വെച്ച് കഴിക്കാൻ വല്ലാത്തൊരു കൊതിയാണല്ലേ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കടച്ചക്ക ആയാലും ഇങ്ങനെയുള്ള നാടൻ ഐറ്റംസ് ആയാലും വളരെ ഇഷ്ടമാണ് കേട്ടോ കറി വെച്ച് കഴിക്കാനൊക്കെ. അപ്പോൾ ഇന്ന് നല്ല കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ കടച്ചക്കയാണ്. അധികം മൂപ്പായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞാനത് ഒന്ന് വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് കരുതി കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണയിലോട്ട് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നാളികേരം നല്ല പോലെ ചൊക്ക വറക്കാം കേട്ടോ ചെയ്യുന്നത്. കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. നന്നായി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതൊക്കെ മിക്സിയുടെ ജാറിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലോട്ട് കുറച്ച് കല്ലുപ്പും ഒരു പച്ചമുളകും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടും പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആ ചാറൊക്കെ ഒന്ന് കുറി നെയ്യൊക്കെ നല്ല പോലെ തെളിഞ്ഞ് നിന്ന് വരുമ്പോൾ നമ്മുടെ കടച്ചക്ക കറി പാകമായിന്ന് വേണം കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അവസാനം കുറച്ചധികം വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ കുഞ്ഞുള്ളി നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് ആവശ്യത്തിലധികം കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വറുത്ത് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ ഒരു കടച്ചക്ക വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഓണിനൊപ്പം വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ.